അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഇടുക്കി ജില്ലയില് മൂലമറ്റത്തിനടുത്ത് പുളിക്കത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കുടംപുളിയാൽ സമൃദ്ധമായ ഒരു നാടാണ്. പിന്നെ പുറകിൽ നോക്കി, ഈ ഒരു വലിയൊരു കുടംപുളി, ഇത് ഒറ്റക്കൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ മരങ്ങളാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ കുടംപുളി കൊണ്ട് ഈ മഴക്കാലത്ത് മറ്റു ജോലികൾക്കൊന്നും പോകാതെ വരുന്ന സമയത്ത് ഈ കുടംപുളി വിറ്റിട്ടാണ് ഇവിടുത്തെ ആളുകൾ, ഈ ഒരു ഗ്രാമനിവാസികൾ എന്താ പറയുക, അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു കുടംപുളി. ഇതേ എന്റെ പുറകിലൊരു ചേട്ടൻ ഇതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? രാജീവ് അല്ലേ? നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് മരങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ വിശദമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അടിപൊളി വീഡിയോ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയൊരു തോട്ടം വേറെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കുടംപുളിയുടെ ഒരു വലിയൊരു തോട്ടം മേ ബി ഒരു പക്ഷേ ഇതായിരിക്കാം. ഒരുപാട് ഫാക്ടറികൾക്കൊക്കെ ഇവിടുന്ന് മരുന്നിന്റെ ആവശ്യത്തിനൊക്കെ കയറ്റി പോകുന്നുണ്ടെന്നാണ് ഇവരുടെ ചേട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ വിശദമായ കാഴ്ചകളാണ്. ഒന്നും രണ്ടെന്നല്ല കേട്ടോ, ഒരുപാട് മരങ്ങളാണ്. കാണാം അതിന്റെ കാഴ്ചകൾ. കണ്ടോ, നന്നായിട്ട് പഴുത്ത് പാകമായിട്ട് നിൽക്കണം. നല്ല കോടുണ്ട് കേട്ടോ, രാവിലെയാണ്. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ട് മഴയുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഒരു ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പുറത്ത് ചെറിയൊരു അരുവിയും വെള്ളച്ചാട്ടം പോലത്തെ സംഭവങ്ങൾ അങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നോക്കി, ഈ ചേട്ടൻ പറിച്ചെടുത്ത ഈ ഒരു പാകമായ നല്ല പഴുത്ത് സുന്ദരമായിട്ട് കിടക്കുന്ന കുടംപുളികളാണ്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നേരെ പുകയിടും അല്ലേ? പുകയിടും. എത്ര ദിവസം പുകയിടണം? 4 ദിവസം ഇടണം. 4 ദിവസം ഇടണം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മഞ്ഞ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള കുടംപുളി കറുത്ത കളറാക്കണത് നിങ്ങൾ പുകയിട്ടിട്ടാണ് അല്ലേ? നല്ലതായിട്ട് തീയിട്ട് പുക ഇട്ടിട്ടാണ് അത് കറുപ്പ് കളറാക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിയേ, ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു മരം തന്നെ കേട്ടോ, ഒറ്റ മരം ഇവിടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് മരങ്ങളാണ്. ഇതേ നോക്കിയേ, ഒരു മുഴുത്ത മരത്തിന്റെ അടിയിലായിട്ട് നിൽക്കണേ, 1.5 മരം. ഈ ഒരു മരത്തിന് എത്ര വർഷം പഴക്കം ചേട്ടാ? നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടല്ലേ ഓരോ മരത്തിനും. ഇതിപ്പോ ഏകദേശം ഇത് ബെഡോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഒറിജിനൽ സാധനമല്ലേ? ഒറിജിനലാണ്. അതായത് നമുക്ക് പ്രകൃതി തരുന്ന അതേപോലെ വേറെ ഒരു കൃത്രിമം ഇത് കാണിച്ചിട്ടില്ല. ഇവര് കാണിച്ച ഒരൊറ്റ കൃത്രിമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട് മേലേക്ക് കയറാൻ വേണ്ടിട്ട്. അത്രേ ഉള്ളൂ. നോക്കി, അത്രയും വലിയ മരം കേട്ടോ. ഇതിലിപ്പോ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ കറക്റ്റ് പഴുത്ത് പാകമായിട്ട് കിടക്കുന്നുണ്ട് സാധനങ്ങൾ. പക്ഷെ കോട കാരണം ഒരൊറ്റ ഒന്ന് കാണാൻ വയ്യ. അതേപോലെ തന്നെ നന്നായിട്ട് നനവുണ്ട്. അല്ലാതെ തന്നെ ഞാൻ എൻ്റെ മേളിൽ കയറി നിങ്ങൾക്ക് സാധനം കാണിച്ചു തന്നേനെ. നോക്കിയേ, ഇതിപ്പോൾ നമ്മൾ അടിയിലൊരു മരം കണ്ടു, അതേപോലെ ഇതൊന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ചെരിവുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്നാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത് ആണോ? ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഏറ്റവും കൂടുതൽ കുടംപുളി ഉണ്ട് അല്ലേ? ഒരുപാട് കമ്പനികൾക്കൊക്കെ മരുന്നിന് വേണ്ടി നിങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ മാർക്കറ്റ് എങ്ങനെ അത്യാവശ്യം വില ഇടിപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? ഈ മഴക്കാലം അല്ലാത്ത സ്ഥലങ്ങൾ ചേട്ടന്റെ മെയിൻ കൃഷി തന്നെയാണോ അതോ? എല്ലാം ഉണ്ട്. പുറത്ത് ജോലിക്കൊക്കെ പോകാറുണ്ട്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇതാണ്. അത് മഴക്കാലത്ത് ഒരു സഹായം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇതിന്റെ കൃഷിയും കാര്യങ്ങളും പുകയിട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അല്ലേ? ഓക്കെ. നല്ല ഒറിജിനൽ അടിപൊളി കേട്ടോ, ഒരു മായം മന്ത്രം ഒന്നും ചേർക്കാത്ത നല്ല സ്റ്റൈൽ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ സങ്കടം എന്ന് വെച്ചാൽ ഈ ഓരോ കൊമ്പിലും ഇലകളെ കണക്കെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ നോക്കി, നല്ല ഫോഗി കാലാവസ്ഥയാണ് കണ്ടോ. താഴേക്കൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മഴയാണ് ഇവിടെ. അറിയാലോ, ഇടുക്കി ജില്ല പറഞ്ഞ മഴയുടെ കാര്യത്തിലും കോടയുടെ കാര്യത്തിലും ഒരു കുറവില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ സങ്കടം ഇത് കാണിച്ചു തരാൻ പറ്റില്ല. അടിയിലെ ആ ഒരു മരം മാത്രമേ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി ഇതിലിങ്ങനെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കയറി പറിക്കുമോ അതോ വീണ് മാത്രം എടുത്ത് പറിക്കുള്ളൂ? ആവശ്യത്തിനനുസരിച്ച് കയറി പറിക്കേണ്ടി വരികയാണെങ്കിൽ പറിക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ വേറൊരു മരത്തിന്റെ ചോട്ടിലെത്തി കേട്ടോ. കണ്ടോ, കാണുന്നോക്കി, ഇഷ്ടം പോലെ അഥവാ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മഴക്കാലം ആയതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ചെറിയ പോകാൻ നല്ല ചെങ്കുത്തായ താഴ്വാരാട്ടോ, അങ്ങോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. നല്ല സ്റ്റൈൽ നോക്കി, പഴുത്ത് പാകമായ സാധനങ്ങളാണ് നിൽക്കുന്നത്. നോക്കി, ഇത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ കേട്ടോ, ഒരു മായമില്ല. ഇത് നേരെ പറിക്കുന്നു, അതിനുശേഷം ഇതിൻ്റെ ആ ഒരു പുളി കിട്ടാനും അതിൻ്റെ ആ ഒരു പഴക്കത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പുക ഇടുന്നു എന്നല്ലാതെ വേറെ ഒരു പ്രോസസ്സിങ് ഇതിൽ വരുന്നില്ല കേട്ടോ. ചേട്ടാ, സംഭവം നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ എന്ത് കിട്ടും? കുടംപുളി കിട്ടും. ഇവിടുത്തെ കുടംപുളിയുടെ ഒരു ടേസ്റ്റും അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ കുടംപുളി കൂടുതലായിട്ടും പിന്നെ ഉപയോഗിക്കാം. ഒരു തവണ ഉപയോഗിച്ചിട്ട് ആ കഴുകി വെച്ച് പിന്നെ ഒന്നുകൂടെ ഉണക്കി. അപ്പൊ അതിന്റെ പുളി പോവില്ല? ഇല്ല, അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. അത് ശരി. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അങ്ങനെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കളയേണ്ടി വരും. ഇവിടെ പിഴിഞ്ഞെടുത്ത കളയ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം അല്ലേ? 2-ലധികം ഉപയോഗിക്കാൻ പറ്റുമോ?
നോക്കിയിട്ട് ഉപയോഗിക്കാം അല്ലേ? അത് ഒരു അടിപൊളിയാണല്ലോ. അപ്പൊ അത് ഒന്ന് ഇതിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഇതൊരു മായോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ടാണോ എങ്ങനെയാണത്? മൂത്ത മരങ്ങളുമല്ലേ, നല്ല ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും കൂടി ആയതുകൊണ്ടാണ് മരങ്ങളായതുകൊണ്ടേ. ഓക്കെ. അത് എനിക്ക് ഒരു പുതിയ അറിവ് കേട്ടോ. അപ്പൊ നമുക്കത് നമ്മളെ വീട്ടിലൊക്കെ പിന്നെ കറി വെച്ച് കഴിഞ്ഞാല് എന്താവും, അതൊന്ന് പിഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇട്ടാണ് പതിവ് അല്ലേ? നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. അതിന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് പുറത്തേക്ക് കളയും. ഇവിടെ അങ്ങനെയല്ല. ഓക്കെ. നോക്കിയേ, നല്ല പഴുത്ത് പാകമായ കൊടംപുള്ളിയുടെ അകത്ത് വരുന്ന ഒരു പരിപ്പുണ്ട്. എന്താ കുരുവാണ്? എന്റെ കുരുവാണ് അല്ലേ? വലിയ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള കുരുവാണല്ലോ. നോക്കി കണ്ടോ, വലിയ കുരുവാണ് അല്ലേ? വിത്താണ്. ഓക്കെ. ഇതിന് ശേഷമാണ് നമ്മൾ നേരെ പുക കൊണ്ടിടുന്നത്. ഓക്കെ. നോക്കി അത് അതേപോലെ ആക്കും. ഇതൊക്കെ ഇവിടെ ഒരുപാട് കുടിൽ വ്യവസായങ്ങളാട്ടോ. ഓരോ ആളുകളും അവരുടെ ഉപജീവന മാർഗത്തിനനുസരിച്ച് ഇതേപോലെ ഇങ്ങനെ സംഭവം പ്രോസസ് ചെയ്ത് ഉണക്കിയിട്ട് നിങ്ങളെങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും അതോ ഇവിടുത്തെ പരിസരത്തുള്ള കടകളിൽ കൊടുക്കുന്നതാണ്? ആണല്ലേ? ഓക്കെ. ഇത് പുക ഇടാൻ കൊണ്ടുപോകാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ ഒരു കുടിൽ വ്യവസായ ലെവലിലാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് പുകക്കൂട്. നല്ല പുകയുണ്ട്. ഇട്ടോ ഇങ്ങനെയാണ് പുക ഇടുന്ന പരിപാടി കേട്ടോ. നല്ല അടിപൊളി വിറകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പുക ഇടും. ഓക്കെ. ഇത് ചേട്ടാ ഇത് എത്ര ദിവസം പുക ഇടണം? ഇങ്ങനെ 4 ദിവസം അല്ലേ? ഓക്കെ. നല്ല പുകയൊക്കെ ആണെങ്കിൽ 4 ദിവസം ഇട്ടാൽ മതി. അപ്പൊ നോക്കി, ഇതാണ് നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടല്ലേ ഇട്ടത്? അതെ. ഇതാണ്. ഇത് ഇന്നലെ ഇട്ടായിരിക്കും അല്ലേ? ആണോ? ഇപ്പൊ തന്നെ ഇതിന്റെ കളറും ഇതിന്റെ കളറും കണ്ടോ മാറി വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ ഇട്ടതാണ്. ഇത് അതിന്റെ മുമ്പിട്ടാണ് അല്ലേ? ആണോ? ഓരോ ദിവസം ഇട്ടതിന്റെ ഇത് 2 ദിവസം മുമ്പ് ഇട്ടത്. ഇപ്പൊ ജസ്റ്റ് പുള്ളി ഇത് പിന്നെ ആ ഒരു കൊട്ടയിൽ കൊണ്ടു കേട്ടില്ല നമ്മള്. ഇതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ചെറിയ മാറ്റങ്ങൾ നോക്കി കേട്ടോ. അടിപൊളി. നോക്കിയതേ, ഇത് ഏകദേശം പാകമായ സാധനങ്ങളല്ലേ? ആണോ? നല്ല അടിപൊളി സംഭവമാണ്. സൂപ്പർ സാധനം. അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല പുക കേട്ടോ. കണ്ണിന് ഒരു പരിചിതം. ഓക്കെ. ഇതാണ് ഇതിന്റെ പുകയുടെ സോഴ്സ് വരുന്നത്. ഇവിടെയാണ് ഇതിങ്ങനെ ഇവിടെ കത്തിച്ച് പോക്കും കണ്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ഫാക്ടറി സെറ്റപ്പിൽ. കാരണം ഇവരൊക്കെ ഒരു കുടിൽ വ്യവസായം, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് ചെറിയ സെറ്റപ്പുകൾ. കാരണം അവർക്ക് വലിയ ക്വാണ്ടിറ്റികളൊന്നുമില്ല അല്ലേ? ചെറിയ കിലോ കണക്കിലല്ലേ പോകുള്ളൂ അല്ലേ? വലിയ ഫാക്ടറികളൊക്കെ ഇതിൻ്റെ ഡ്രയറും കാര്യങ്ങളും പുക കൊടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പുക ഇടുന്ന സെറ്റപ്പ് കേട്ടോ. അടിപൊളിയല്ലേ? നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഒരു മായമില്ല. അതാ പറഞ്ഞത് ഞാൻ നേരത്തെ. മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നു, നേരെ ഇതിലിട്ട് ഉണക്കുന്നു, അതിൻ്റെ ശേഷം നേരെ വിപണിയിലേക്ക്. ഇതാണ് റെഡി ടു സെയിൽ കേട്ടോ സാധനം. കണ്ടോ, ഇതാണ് നല്ല അടിപൊളി സൂപ്പർ കുടംപുളി എന്ന് പറയുന്ന സാധനം. ഒരു ചുള ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഓക്കെ, അടിപൊളിയല്ലേ? കുടംപുളിയും നല്ല അടിപൊളി മഴയും അങ്ങനെയുണ്ട്, വൈബല്ലേ? അപ്പോൾ ഓക്കെ, ഇതും കൂടി കണ്ടിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇവിടേക്കൊക്കെ വന്നാൽ കണ്ടോ, ഇതിനാണ് തോട്ടപ്പുഴു അല്ലെങ്കിൽ അട്ട എന്നൊക്കെ പറയുന്ന സാധനമാണ്. കടിച്ചിട്ടില്ല കേട്ടോ. ചെറിയ കഷ്ടപ്പാടാണ്. ഇതിൻ്റെ ചോര കുടിക്കുകയാണ്, ഇതിൽ ബ്ലഡ് കാണുന്നില്ല. അട്ടയായിട്ടത്. പിന്നെ അതെന്തായാലും വധിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സൂപ്പർ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്പർ താഴെയുണ്ട്, വിളിച്ചോ. നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പത്തെത്തും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.